ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഡ്യൂറന്റ് കപ്പിൽ നടന്ന മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് ഡയമണ്ട് ഹാർബർ FC സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് ഒന്നിനെതിരെ 8 ഗോളുകൾക്കാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് SCയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഗോൾ വർഷമാണ് ഇപ്പോൾ ഡയമണ്ട് ഹാർബറിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്ലൈറ്റൺ ആണ് അവർക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത്. 4 ഗോളുകളാണ് ക്ലൈറ്റൺ ഇപ്പോൾ ഡയമണ്ട് ഹാർബർ FCക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത്. 2:35, 71, 93 മിനിറ്റുകളിലാണ് അദ്ദേഹം ഈ ഗോൾ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻ പഞ്ചാബ് FC താരമായ ലൂക്ക മജിസൺ 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൗൾ 1 ഗോളും ജോബി ജസ്റ്റിൻ 1 ഗോളും നേടി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഡയമണ്ട് ഹാർബർ FC 8 ഗോളുകൾ നേടിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, ഐ ലീഗ് ക്ലബ്ബാണ് ഡയമണ്ട് ഹാർബർ FC. പക്ഷേ ഓരോ ദിവസവും അവർ തങ്ങളുടെ മികവ് ഇന്ത്യൻ ഫുട്ബോളിന് മുന്നിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അവരുടെ ഒരു ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ 2024 മാത്രമാണ് ഐ ലീഗ് 3യിലേക്ക് അവർ എത്തുന്നത്. അവിടെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് അവർ പ്രൊമോഷൻ നേടുന്നു. പിന്നീട് കഴിഞ്ഞ സീസണിൽ ഐ ലീഗ് 2ലാണ് ഡയമണ്ട് ഹാർബർ FC കളിച്ചിട്ടുള്ളത്. അവിടെയും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഇത്തവണ ഐ ലീഗിലേക്ക് യോഗ്യത നേടാൻ ഡയമണ്ട് ഹാർബർ FCക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐ ലീഗിലാണ് അവർ കളിക്കുക. പ്രശസ്ത പരിശീലകനായ കിബു വിക്കൂഞ്ഞയാണ് അവരെ ഇപ്പോൾ പരിശീലിപ്പിക്കുന്നത്. മികച്ച ഒരു ടീമിനെ തന്നെ ഡയമണ്ട് ഹാർബർ FC ഇപ്പോൾ പടുത്തുയർത്തിയിട്ടുണ്ട്. പഞ്ചാബ് FC സൂപ്പർ താരമായിരുന്ന ലൂക്ക മജിസനെ ഡയമണ്ട് ഹാർബർ FC കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല മലയാളി താരമായ ജോബി ജസ്റ്റിൻ അവർക്ക് വേണ്ടി സമീപകാലത്ത് മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ്. നേരത്തെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള താരമാണ് ജോബി ജസ്റ്റിൻ. ചെന്നൈയിൻ FCക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു പിടി മികച്ച വിദേശ താരങ്ങളും അവർക്കുണ്ട്. അങ്ങനെയാണ് ഡയമണ്ട് ഹാർബർ FC മികച്ച ഒരു ടീമിനെ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ ISL ക്ലബ്ബായ മുഹമ്മദൻ SCയെ പരാജയപ്പെടുത്താൻ ഡയമണ്ട് ഹാർബറിന് സാധിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇത്തവണത്തെ ഐ ലീഗ് കിരീടം നേടുക, എന്നിട്ട് അടുത്ത ISLന് പ്രൊമോഷൻ നേടുക. അതിനു വേണ്ടിയാണ് ഡയമണ്ട് ഹാർബർ FC ഇപ്പോൾ കടന്നു വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.